ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു KTU സിവിൽ ആൻഡ് മെക് കോർണർ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിലെ മൊഡ്യൂൾ 1 പ്രോബ്ലംസ് ആണ്. അതായത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ തിയറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തിയറി കണ്ടതിന് ശേഷം മാത്രം പ്രോബ്ലം കാണുക, കാരണം കണ്ടിന്യൂഷനാണ്. സോ നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ KTU സിവിൽ ആൻഡ് മെക് കോർണർ. സോ നമ്മൾ ആദ്യം കോമ്പോസിറ്റ് വാളിൻ്റെ കേസിലെ ഒരു പ്രോബ്ലം നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻസ് ഒന്ന് റീകോൾ ചെയ്യാം. സോ ഇങ്ങനെയാണ് 3 ലെയറുള്ള ഒരു കോമ്പോസിറ്റ് വാള് തന്നിട്ടുണ്ട്. വിത്ത് കൺവെക്ഷനാണ്. ഔട്ടറിലും ഇന്നറിലും കൺവെക്ഷൻ നടക്കുന്നുണ്ട്. സോ ഇന്നർ ലെയറിലെ ടെമ്പറേച്ചർ, അതായത് ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ THF ആൻഡ് TCF, ഔട്ടർ ലെയറിലെ ടെമ്പറേച്ചർ. അപ്പം ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ THF മൈനസ് TCF ഡിവൈഡഡ് ബൈ ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ് ആണ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഉണ്ടാകുന്നത്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമ്പോൾ ഉണ്ടാകുന്ന തെർമൽ റെസിസ്റ്റൻസ് പ്ലസ് ഇവിടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന തെർമൽ റെസിസ്റ്റൻസ് പ്ലസ് ഇവിടെ ഉണ്ടാകുമ്പോൾ നടക്കുന്നത് പ്ലസ് ഇവിടെ ഉണ്ടാകുന്ന തെർമൽ റെസിസ്റ്റൻസ് പ്ലസ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ തെർമൽ റെസിസ്റ്റൻസ് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ചെക്ക് ദാറ്റ് വീഡിയോ. സോ അതല്ലാണ്ട് നമുക്ക് വേറൊരു ഇക്വേഷനും കൂടിയുണ്ട്. Q ഈക്വൽ ടു TH മൈനസ് T1 ഡിവൈഡഡ് ബൈ അവിടെ ഉണ്ടാകുന്ന തെർമൽ റെസിസ്റ്റൻസ്, അതായത് ഇവിടെ ഉണ്ടാകുന്ന തെർമൽ റെസിസ്റ്റൻസ്, അതായത് ഇവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഡിവൈഡഡ് ബൈ ഇവിടെ ഉണ്ടാകുന്ന തെർമൽ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഡിവൈഡഡ് ബൈ ഇവിടെ ഉണ്ടാകുന്ന തെർമൽ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഡിവൈഡഡ് ബൈ ഇവിടെ ഉണ്ടാകുന്ന തെർമൽ റെസിസ്റ്റൻസ്, സിമിലർലി ഇവിടെ ഉണ്ടാകുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു Q ആണെന്നാണ് പറയുന്നത്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പം രജിപ്പത്തിൻ്റെ ടെസ്റ്റിലെ എക്സാമ്പിൾ 2.25 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ പെർ മീറ്റർ സ്ക്വയർ ത്രൂ എ ഫർണസ് വാൾ കൺസിസ്റ്റിംഗ് ഓഫ് 200 mm thick inner layer of chrome brick, center layer of kaolin brick 100 mm thick and an outer layer of masonry brick 100 mm thick. എന്താ പറയുന്നത്, ഒരു ഫർണസ് വാളിൻ്റെ ഇന്നർ ലെയർ 200 mm തിക്ക് ഉണ്ട്. സിമിലർലി സെൻറ്റർ ലെയർ 100 mm തിക്നെസ് ഉണ്ട്. സിമിലർലി ഔട്ടർ ലെയറും 100 mm തിക്നെസ് ഉണ്ട്. ഇത് ഇന്നർ ലെയർ ക്രോം ബ്രിക്ക് കൊണ്ട് മെയ്ഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ലെയർ, അതായത് മിഡിൽ ലെയർ കവലിൻ ബ്രിക്ക് കൊണ്ടും ആൻഡ് ഔട്ടർ ലെയർ മാസൻട്രി ബ്രിക്ക് കൊണ്ടും മെയ്ഡ് ചെയ്തതാണ്. സോ ദ യൂണിറ്റ് സർഫസ് കണ്ടക്റ്റൻസ് അറ്റ് ഇന്നർ സർഫസ് ഈസ് 74 watt per meter degree Celsius and the outer surface temperature is 70 degree Celsius. അപ്പോൾ ഈ 70 degree Celsius എന്താ, ആൻഡ് ദ ഔട്ടർ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഔട്ടർ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മാസൻട്രി ബ്രിക്കുന്ന ഔട്ട് പോകുന്നത്, ആൻഡ് the temperature of gases inside the furnace is 1670 degree Celsius. അതായത് ഇൻസൈഡിൽ ഒരു ഗ്യാസ് ഉണ്ട്, അതിൻ്റെ ടെമ്പറേച്ചർ 1670 degree Celsius ആണ് പറയുന്നത്. വാട്ട് ടെമ്പറേച്ചർ പ്രിവെയിൽ ഇന്നർ ആൻഡ് ഔട്ടർ സർഫസ് ഓഫ് ദ സെൻറ്റർ ലെയർ. ഇന്നർ ആൻഡ് ഔട്ടർ സർഫസ് ഓഫ് ദ സെൻറ്റർ ലെയറിൻ്റെ ഇന്നർ ആൻഡ് ഔട്ടർ സർഫസിലെ ടെമ്പറേച്ചറാണ് ചോദിക്കുന്നത്. അപ്പം വേറൊരു ഡാറ്റ തന്നിട്ടുള്ളത് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ക്രോം ബ്രിക്ക് 1.25 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ്, കവലിൻ ബ്രിക്കിൻ്റെ 0.074, അതുപോലെ മാസൻട്രി ബ്രിക്കിൻ്റെ 0.0555 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ് എന്ന് തെർമൽ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. അപ്പം ഇന്നർ സർഫസ് ക്രോം ബ്രിക്ക് കൊണ്ടാണ് മെയ്ഡ് ചെയ്തതെന്ന് പറഞ്ഞു. ക്രോം ബ്രിക്കിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ, യൂണിറ്റ് സർഫസ് കണ്ടക്ടൻസ് അറ്റ് ഇന്നർ സർഫസ്. സിമിലർലി ഇന്നർ സർഫസിൽ ഒരു ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നർ സർഫസിൽ കൺവെക്ഷൻ ഒക്യൂർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റിയാണ് കൺവെക്ഷൻ കോഎഫിഷ്യൻ്റ് ആണ് ഈ 74 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റാസ് ഒന്ന് എഴുതി വെക്കാം. അപ്പം നമ്മൾ ഫിഗർ വരക്കാൻ വേണ്ടിയിട്ട് ക്രോം ബ്രിക്കിനെ A ആയിട്ടും കവലിൻ ബ്രിക്കിനെ B ആയിട്ടും മാസൻട്രി ബ്രിക്കിനെ C ആയിട്ടും എടുത്തു. സോ A B C.
അപ്പം നമുക്ക് തന്നിട്ടുള്ളത് THF തന്നിട്ടുണ്ട്. എത്രയാ? THF ഈക്വൽ ടു 1670 ഡിഗ്രി സെൽഷ്യസ്. ഇന്നർ സർഫസിലെ ടെമ്പറേച്ചർ, എന്തിൻ്റെ? ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. സിമിലർലി T1 തന്നിട്ടുണ്ട്. T1 തന്നിട്ടില്ല, T2 തന്നിട്ടില്ല, T3 തന്നിട്ടില്ല, പകരം T4 തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഈ T2 ഉം T3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വേറെ തന്നിട്ടുള്ള ഡാറ്റ KA, KB, KC, LA, LB, LC തന്നിട്ടുണ്ട്. സിമിലർലി HHF തന്നിട്ടുണ്ട്. സോ ഏരിയ തന്നിട്ടില്ല. സോ നമ്മൾ യൂണിറ്റ് ഏരിയയിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് 2 ഇക്വേഷനാണ് നമ്മളെ കയ്യിലുള്ളത്. Q ഈക്വൽ ടു THF മൈനസ് T4, അതായത് ഹയർ ടെമ്പറേച്ചർ, ഇന്നർ സർഫസിലാണ് ഹയർ ടെമ്പറേച്ചർ, മൈനസ് T4 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ തെർമൽ റെസിസ്റ്റൻസ് പ്ലസ് ഇവിടുത്തെ തെർമൽ റെസിസ്റ്റൻസ് പ്ലസ് ഇവിടുത്തെ തെർമൽ റെസിസ്റ്റൻസ് പ്ലസ് ഇവിടുത്തെ തെർമൽ റെസിസ്റ്റൻസ്. അതായത് ഏരിയ തരാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഡാറ്റാസ് നമ്മളെ കയ്യിലുണ്ട്. സോ നമ്മൾ Q ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുകയാണ്. Q ഈക്വൽ ടു THF മൈനസ് T4 ഡിവൈഡ് ബൈ 1 ബൈ HHF പ്ലസ് LA ബൈ KA പ്ലസ് LB ഡിവൈഡഡ് ബൈ KB പ്ലസ് LC ഡിവൈഡ് ബൈ KC. HHF തന്നിട്ടുണ്ട്, LA തന്നിട്ടുണ്ട്, KA തന്നിട്ടുണ്ട്, LB തന്നിട്ടുണ്ട്, KB തന്നിട്ടുണ്ട്, LC തന്നിട്ടുണ്ട്, KC തന്നിട്ടുണ്ട്. സോ നമുക്ക് Q ഈക്വൽ ടു 938.58 വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടുകയാണ്. സോ വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടുകയാണ്. സോ Q ഈക്വൽ ടു THF മൈനസ് T1 ഡിവൈഡഡ് ബൈ അവിടുത്തെ തെർമൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു T1 മൈനസ് T2 ഡിവൈഡ് ബൈ അവിടുത്തെ തെർമൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു T2 മൈനസ് T3 ഡിവൈഡ് ബൈ അവിടുത്തെ തെർമൽ റെസിസ്റ്റൻസ്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T2 T3 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ ഇക്വേഷൻ ഈക്വൽ ടു Q, ഈ കിട്ടിയ Q എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് THF തന്നിട്ടുണ്ട്. അപ്പോൾ T1 മാത്രമാണ് അൺനോൺ, നമുക്ക് T1ൻ്റെ വാല്യൂ കിട്ടും. സിമിലർലി ഈ T1 കണ്ടുപിടിച്ചതിന് ശേഷം ഈ Qയിലേക്ക് ഈ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ആകെ അൺനോൺ T2 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ T2 നമുക്ക് കിട്ടും. സിമിലർലി ഈ T2 കിട്ടിയതിന് ശേഷം T2ൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ അപ്ലൈ ആണെങ്കിൽ നമുക്ക് T3 കിട്ടൂലേ. സോ നമുക്ക് 938.58 ഈക്വൽ ടു 1670 മൈനസ് T1 ഡിവൈഡ് ബൈ 1/74 എന്ന് ചെയ്യുമ്പം T1 കിട്ടും. സിമിലർലി T1ൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ T2 കിട്ടും. T3 അതുപോലെ തന്നെ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ കിട്ടും. സോ ലാസ്റ്റ് നമുക്ക് T2 ആൻഡ് T3 ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പം T2ൻ്റെ വാല്യൂ 1507.1 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് T3 ഈക്വൽ ടു 238.7 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് ഒന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ടതില്ല. ഇക്വേഷൻസ് 9th എഡിഷൻ ഡാറ്റ ബുക്കിലാണെങ്കിൽ പേജ് നമ്പർ 53-ലുണ്ട്, ഓർ 4th എഡിഷൻ ആണെങ്കിൽ 45-ലുണ്ട്. ഇതാണ് ഇതിൻ്റെ കോമ്പോസിറ്റ് വാളിൻ്റെ കേസിലുള്ള ഇക്വേഷൻസ്. 2 സൈഡ് കൺവെക്ഷൻ നടക്കുന്ന ഇക്വേഷൻസ് തന്നെയുണ്ട്. സോ സിമിലർലി കോമ്പോസിറ്റ് വാളിൻ്റെ ഹോളോ സിലിണ്ടറിൻ്റെ ഉണ്ട്, ഹോളോ സ്ഫിയറിൻ്റെ ഉണ്ട്. സിമിലർലി കോമ്പോസിറ്റ് സിലിണ്ടറിൻ്റെ ഉണ്ട്, കോമ്പോസിറ്റ് സ്ഫിയറിൻ്റെ ഉണ്ട്. ഈ കേസൊക്കെ ഒന്ന് എക്സാമിന് മുന്നേ ഒന്ന് നോക്കുക. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കോമ്പോസിറ്റ് സിലിണ്ടറിൻ്റെ ഒരു പ്രോബ്ലം. നമുക്ക് ഇക്വേഷൻസ് ഒന്ന് റീകോൾ ചെയ്യാം. അപ്പം ഇന്നർ സർഫസിലും ഔട്ടർ സർഫസിലും ഫ്ലൂയിഡ് ഉള്ള കേസ്, അതായത് ഇന്നർ സർഫസിലും ഔട്ടർ സർഫസിലും കൺവെക്ഷൻ നടക്കുന്ന ഒരു കേസായിരുന്നു നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളത്. അപ്പം ഈ കേസിൽ ഇന്നർ സർഫസിൽ കോൾഡ് ഫ്ലൂയിഡ് ആൻഡ് ഔട്ടർ സർഫസിൽ ഹോട്ട് ഫ്ലൂയിഡ് ഉള്ള കേസിലായിരുന്നു നമ്മൾ നേരത്തെ എന്തായിരുന്നു ഇക്വേഷൻ, കോമ്പോസിറ്റ് സിലിണ്ടറിൻ്റെ ഇക്വേഷൻ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? ഹയർ ടെമ്പറേച്ചർ മൈനസ് ലോവർ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ഇവിടുന്ന് ഇങ്ങോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമ്പോഴുള്ള തെർമൽ റെസിസ്റ്റൻസ് പ്ലസ് ഇവിടുന്ന് ഇങ്ങോട്ട് നടക്കുമ്പോഴുള്ള തെർമൽ റെസിസ്റ്റൻസ് പ്ലസ് ഇവിടുന്ന് ഇങ്ങോട്ട് നടക്കുമ്പോഴുള്ള പ്ലസ് ഇവിടുന്ന് ഇങ്ങോട്ട് കൺവെക്ഷൻ നടക്കുമ്പോഴുള്ളത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം എങ്ങനെയാണ്. സോ നമ്മൾ രജ്പുത്തിൻ്റെ എക്സാമ്പിൾ 2.48, അതായത് രജ്പുത്തിൻ്റെ ടെസ്റ്റിലെ എക്സാമ്പിൾ 2.48 പേജ് നമ്പർ 111 ഒരു പ്രോബ്ലമാണ് നോക്കുന്നത്. ഹോട്ട് എയർ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 65 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഫ്ലോയിങ് ത്രൂ എ
steel pipe of 120 mm diameter. The pipe is covered with 2 layers of insulating material of thickness 60 mm and 40 mm. എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 120 mm ഡയമീറ്റർ ഉള്ള ഒരു പൈപ്പിൻ്റെ ഉള്ളിലോക്കി 60 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ പുറത്ത് 2 ഇൻസുലേഷൻ കോട്ടിംഗ് ഉണ്ട്. ഒരു ലെയറിൻ്റെ തിക്നെസ് 60 mm അടുത്ത ലെയറിൻ്റെ തിക്നെസ് 40 mm ആണ്. ആൻഡ് ദർ കറസ്പോണ്ടിങ് തെർമൽ കണ്ടക്ടിവിറ്റീസ് ആർ, ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി 0.24 ആൻഡ് 0.4 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ദ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആർ 60 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 12 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ് റെസ്പെക്റ്റീവ്ലി. ആൻഡ് ദ അറ്റ്മോസ്ഫിയർ ഈസ് അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇതെന്താ പറയുന്നത് വെച്ചാൽ ഇന്നർ സർഫസിലെ കൺവെക്ഷൻ കോഎഫിഷ്യൻറ്റ് 60 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് ഔട്ടർ സർഫസിലെ കോഎഫിഷ്യൻറ്റ് 12 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് അറ്റ് ദ ഔട്ടറിലെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 20 ഡിഗ്രി സെൽഷ്യസ് ഔട്ടർ ഫ്ലൂയിഡിൻ്റെ. ഫൈൻ ഹീറ്റ് ലോസ് ഫ്രം 60 മീറ്റർ ലെങ്ത് ഓഫ് ദ പൈപ്പ്. ലെങ്ത് ആണ് തന്നിട്ടുള്ള L. സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഡാറ്റാസ് ഒന്ന് എഴുതി നോക്കാം. സോ നമുക്ക് ഇത്രയും ഡാറ്റാസാണ് തന്നിട്ടുള്ളത്. R1 = D1/2, അതായത് റേഡിയസ് R1 നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഡയമീറ്റർ ആയിരുന്നു. സോ നമ്മൾ റേഡിയസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് /2 വെച്ചിട്ട് 60 mm കിട്ടും. പിന്നെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.06 m കിട്ടും. R2 നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ സർഫസിലെ റേഡിയസ് നമുക്ക് കിട്ടി. പിന്നെ തിക്നെസ് എത്രയാണ് തന്നിട്ടുണ്ട്, ഔട്ടർ ലെയർ ഇത്ര തിക്കിലാണ് ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ 60 mm ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റേഡിയസ് 60 mm കിട്ടി. അതിനോട് 60 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഔട്ടർ ലെയർ ആദ്യത്തെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ റേഡിയസ് കിട്ടും. സോ 0.12 കിട്ടും. സിമിലർലി തേർഡ് ലെയറിൻ്റെ 40 mm ആയിരുന്നു തിക്നെസ്. സോ 60 + 40 ചെയ്യുമ്പം 0.16 കിട്ടും. സിമിലർലി നമുക്ക് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ഫസ്റ്റ് ലെയറിൻ്റെ തന്നിട്ടുണ്ട്. ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് സെക്കൻഡ് ലെയറിൻ്റെ തന്നിട്ടുണ്ട്. പിന്നെ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട്. ഹോട്ട് ഫ്ലൂയിഡ് ഇന്നറിലെ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ തന്നിട്ടുണ്ട്. ഔട്ടറിലെ കോൾഡ് ഫ്ലൂയിഡിൻ്റെ തന്നിട്ടുണ്ട്. സിമിലർലി ടെമ്പറേച്ചറും തന്നിട്ടുണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. സോ ലെങ്ത്തും കൂടി തന്നിട്ടുണ്ടായിരുന്നു. ലെങ്ത്ത് 60 mm എന്ന് തന്നിട്ടുണ്ട്. L = 60 mm തന്നിട്ടുണ്ട്. സോ നമുക്ക് ഫിഗർ എങ്ങനെ വരിക നോക്കാം. ഇതാണ് ഫിഗർ. ഇന്നർ ഈ പൈപ്പിൻ്റെ ഉള്ളിലോട്ട് ഇന്നറിൽ R1 അതായത് 0.06 മീറ്റർ റേഡിയസ് ഉള്ള ഇന്നർ പൈപ്പിൻ്റെ ഉള്ളിലൂടെ ഹോട്ട് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടെമ്പറേച്ചർ എത്രയായിരുന്നു? 65 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. സോ സിമിലർലി ഈ 60 mm തിക്നെസ്സിൽ ഇവിടെ ഒരു ഇൻസുലേഷൻ ഉണ്ട്. സിമിലർലി 40 mm തിക്നെസ്സിൽ ഇവിടെ ഒരു ഇൻസുലേഷൻ ഉണ്ട്. സോ R2 ആൻഡ് R3ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇന്നർ സർഫസിലാണ് ഹോട്ട് ഫ്ലൂയിഡ്, ഔട്ടർ സർഫസിൽ കോൾഡ് ഫ്ലൂയിഡാണ്. സോ നമ്മൾ വാല്യൂ എടുക്കുമ്പം ഹയർ വാല്യൂ ആണ് ആദ്യം എഴുതാൻ. THF - TCF × 2πL. അതായത് നമ്മൾ നേരത്തെ ഇക്വേഷൻ നോക്കിയപ്പം എല്ലാത്തിലും തെർമൽ റെസിസ്റ്റൻസ് കാണുമ്പം 1/2πL കോമൺ ആയിരുന്നു. സോ 1/2πL നമ്മൾ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുത്തു. സോ അത് നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുമ്പം THF - TCF × 2πL വരും. സോ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. HHFൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, R1 തന്നിട്ടുണ്ട്, R2 തന്നിട്ടുണ്ട്, KA തന്നിട്ടുണ്ട്, R3 തന്നിട്ടുണ്ട്, KB തന്നിട്ടുണ്ട്, HCF തന്നിട്ടുണ്ട്, R3 തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം Q = 3850 വാട്ട് എന്ന് കിട്ടും. അപ്പം നമുക്ക് ഇവിടെ ഇത് മൊത്തം ഒരുമിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുമ്പോൾ എറർ വരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഇത് =R1 സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സം ചെയ്താലും നമുക്ക് കിട്ടും. R1, R2, R3 എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് സം ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ.
ഓക്കെ, നമ്മളപ്പോൾ നെക്സ്റ്റ് ഒരു ഹോളോസ്ഫിയറിൻ്റെ കേസിലെ ഒരു പ്രോബ്ലം നോക്കുകയാണ്. ഹോളോസ്ഫിയറിൻ്റെ ഇക്വേഷൻസ് ഒന്നും കൂടി നോക്കാം. അപ്പം Q ഈക്വൽ ടു T1 മൈനസ് T2, അതായത് ഹയർ ടെമ്പറേച്ചർ ഉള്ളിലാണെങ്കിൽ ഉള്ളിലെ ഹയർ ടെമ്പറേച്ചർ മൈനസ് T2 ഡിവൈഡഡ് ബൈ R2 മൈനസ് R1 ഇൻറ്റു R1 R ഡിവൈഡഡ് ബൈ R1 R2 ഇൻറ്റു 1/4πk എന്ന് വരികയാണ്. ഇത് ആർ തെർമൽ. സോ നമുക്ക് പ്രോബ്ലം നോക്കാം. ഇപ്പോൾ നമ്മൾ പ്രോബ്ലം നമുക്ക് നോക്കാം. എ ഹോളോസ്ഫിയർ ഓഫ് 1 m ഇന്നർ ഡയമീറ്റർ ആൻഡ് 1.6 m ഔട്ടർ ഡയമീറ്റർ ഹാവിങ് എ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് 1 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ്. അതായത് എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഹോളോസ്ഫിയറിൻ്റെ ഇന്നർ ഡയമീറ്റർ 1 മീറ്റർ ഉണ്ട് ആൻഡ് ഔട്ടർ ഡയമീറ്റർ 1.6 മീറ്റർ ഉണ്ട്. ഹോളോസ്ഫിയർ ആണ് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. സോ the inner surface temperature is 70 Kelvin and outer surface temperature is 300 Kelvin. ഇന്നർ സർഫസിലെ ടെമ്പറേച്ചർ 70 കെൽവിനുമാണ്, ഔട്ടർ സർഫസിലെ ഹയർ ടെമ്പറേച്ചർ ആണ് 300 കെൽവിനുണ്ട്. ആൻഡ് അപ്പോൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ക്യൂവും ടെമ്പറേച്ചർ അറ്റ് റേഡിയസ് ഓഫ് 650 mm ഉള്ള ഒരു ടെമ്പറേച്ചറും കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റാസ് എങ്ങനെയാണെന്ന് നോക്കാം. T1 ഈക്വൽ ടു 70 കെൽവിൻ തന്നിട്ടുണ്ട്, T2 ഈക്വൽ ടു 300 കെൽവിൻ തന്നിട്ടുണ്ട്, R1 ഈക്വൽ ടു 0.5 m തന്നിട്ടുണ്ട്, R ഈക്വൽ ടു, അതായത് നമുക്ക് 650 mm ഒരു ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 0.65 m എന്ന് എടുത്തു. അപ്പം R2 ഈക്വൽ ടു 1 m എന്ന് എടുത്തു. അപ്പോൾ നമ്മൾ ഫിഗർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് തന്നിട്ടുള്ളത്. R1 ഈക്വൽ ടു 0.5 m, R ഈക്വൽ ടു 0.65, R2 ഈക്വൽ ടു 1 m. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ ഇങ്ങനെ ഒരു ലെയറേ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യാണ്. സോ Q ഈക്വൽ ടു T2 മൈനസ്, അതായത് T2 നമ്മൾ ഔട്ടർ ലെയർ T2 എടുത്തു, ഇന്നർ ലെയർ T1 എടുത്തു. അപ്പോൾ T2ൻ്റെ വാല്യൂ 300 കെൽവിനാണ്. സോ T2 മൈനസ് T1 ഡിവൈഡ് ബൈ R2 മൈനസ് R1 ഡിവൈഡ് ബൈ R1 R2 ഇൻറ്റു 1/4πk എന്ന് വരുവാണ്. അപ്പം നമുക്ക് Q ഈക്വൽ ടു 3853 വാട്ട് എന്നിട്ടാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് T കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് T2 മൈനസ് T ഡിവൈഡഡ് ബൈ R2 മൈനസ് R ഡിവൈഡ് ബൈ R2 ഇൻറ്റു R ഇൻറ്റു 1/4πk. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ലെയറേ ഇല്ല, ഇന്നർ ലെയർ ഇതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. R2 മൈനസ് R, അതായത് ഇന്നർ ലെയർ ഇതായിട്ട് കൺസിഡർ ചെയ്യുക, എന്നിട്ട് ചെയ്യാം. അപ്പം T2 മൈനസ് T ഡിവൈഡ് ബൈ R2 മൈനസ് R ഡിവൈഡ് ബൈ R2 ഇൻറ്റു R ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 300 മൈനസ് T, ആറിൻ്റെ വാല്യൂ എല്ലാം തന്നിട്ടുണ്ട്. സോ T ഈക്വൽ ടു 211.54 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഷേപ്പ് ഫാക്ടറിൻ്റെ ഒരു പ്രോബ്ലം കൂടി നോക്കാം. A sphere of 1.5 meter diameter is buried in soil such that its upper surface is 5.25 m below the earth surface. എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഫിയർ 1.5 മീറ്റർ ഡയമീറ്ററുള്ള ഒരു സ്ഫിയർ മണ്ണിൻ്റെ അടിയിലാണുള്ളത്. അതിൻ്റെ അപ്പർ സർഫസ് 5.25 മീറ്റർ, എർത്ത് സർഫസിന് 5.25 മീറ്റർ മണ്ണിൻ്റെ അടിയിലാണുള്ളത്. ബിലോ ദ എർത്ത് സർഫസ് ദ സ്ഫിയർ ജനറേറ്റ് 600 വാട്ട് ഹീറ്റ്, 600 വാട്ട് ഹീറ്റ്, അതായത് Q ആണ് തന്നിട്ടുള്ളത്. അപ്പം K സോയിൽ ഈസ് ഈക്വൽ ടു തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് സോയിൽ തന്നിട്ടുണ്ട് 0.52 വെബർ പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ്. ഡിറ്റർമൈൻ ദ സർഫസ് ടെമ്പറേച്ചർ ഓഫ് സ്ഫിയർ ഇഫ് സോയിൽ ടെമ്പറേച്ചർ ഈസ് 5 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റാസ് ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഗിവൺ ഡാറ്റാസ് ഇങ്ങനെയാണ്. സ്ഫിയറിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 1.5 മീറ്റർ തന്നിട്ടുണ്ട്, റേഡിയസ് ഈക്വൽ ടു 0.75 മീറ്റർ നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് എടുത്തു. സിമിലർലി ബാക്കിയുള്ള നമുക്ക് എന്തൊക്കെയാണ് ഡാറ്റാസ് വേണ്ടത് നമുക്ക് ഡാറ്റ ബുക്കിൽ നോക്കാം. അപ്പം ഷേപ്പ് ഫാക്ടർ വരുന്നത് 61 9th എഡിഷൻ ആണെങ്കിൽ ഓർ 53 in 8th എഡിഷൻ. സോ നമുക്ക് നമ്മളെ കേസ് ഇതാണ്. കുറേ കേസിൻ്റെ അകത്തുണ്ട്, കുറേ കേസ് ഉണ്ട്. അതായത്
buried sphere in semi-infinite medium, vertical cylinder in semi-infinite medium, heat flow between buried cylinder of length L. ഇപ്പോൾ നമ്മളെ കേസ് ഇതാണ്, ബറീഡ് സ്ഫിയർ ഇൻ സെമി ഇൻഫൈനൈറ്റ് മീഡിയം. അപ്പം അതിൻ്റെ ഷേപ്പ് ഫാക്ടർ എസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് 4πr × 1 - r/2d. സോ ഇതിൻ്റെ അത് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ സർഫസ് നിന്ന് പിന്നെ സ്ഫിയറിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്. സിമിലർലി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ്, സ്ഫിയറിൻ്റെ റേഡിയസ്. അപ്പം നമുക്ക് നമ്മളെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എ സ്ഫിയർ ഓഫ് 1.5 meter ഡയമീറ്റർ ഈസ് ബറീഡ് ഇൻ സോയിൽ സച്ച് ദാറ്റ് ഇറ്റ്സ് അപ്പർ സർഫസ്, അതായത് ഈ സ്ഫിയറിൻ്റെ അപ്പർ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത് നമുക്ക് 5.25 meter എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതായത് ഈ സർഫസ് വരെ. അപ്പോൾ നമുക്ക് ഡി കിട്ടണമെങ്കിൽ ഈ അപ്പർ സർഫസിന് ഇതിൻ്റെ കൂടെ ആറും കൂടി കൂട്ടിച്ചേർക്കണം. സോ ആറും കൂടി ചേർക്കുമ്പോൾ അത് നമുക്കിവിടെ കിട്ടി 0.75 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ 0.75 കൂടി നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ ഡി ഈക്വൽ ടു 5.25 meter + r എന്ന് വരും. സോ 6m വരും. സിമിലർലി തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് സോയിൽ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ ഓഫ് സോയിൽ തന്നിട്ടുണ്ട്, ക്യൂ തന്നിട്ടുണ്ട് 60. അപ്പം നമുക്ക് എസ് ഈക്വൽ ടു 4πr × 1 - r/2d ഡാറ്റ ബുക്കിൽ നിന്ന് ഇക്വേഷൻ കിട്ടി. സോ ഇക്വേഷൻ കൊടുക്കുമ്പോൾ എസ് ഈക്വൽ ടു 10.053 എന്ന് വരും. സിമിലർലി നമ്മൾ ഡാറ്റ ബുക്കിൻ്റെ മേലെ ഒരു ഇക്വേഷൻ ഉണ്ട്, ക്യൂ ഈക്വൽ ടു KS × ΔT. അപ്പോൾ നമ്മൾ അതിലേക്ക് ക്യൂ ഈക്വൽ ടു KS × ΔT എന്നുള്ള ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമൈൻ സർഫസ് ടെമ്പറേച്ചർ ഓഫ് ദ സ്ഫിയർ, സ്ഫിയറിൻ്റെ സർഫസ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ സ്ഫിയറിൻ്റെ സർഫസ് ടെമ്പറേച്ചർ നമ്മൾ T1 എന്ന വാല്യൂ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്. സോ ക്യൂ ഈക്വൽ ടു KS × ΔTയിൽ T1 - സോയിലിൻ്റെ ടെമ്പറേച്ചർ 5 degree Celsius നമുക്ക് തന്നിട്ടുണ്ട്. സോ T1 119.75 കിട്ടും.